ഡിയർ സ്റ്റുഡൻസ്, ഇന്ന് ഞാൻ 8th റേഷണൽ നമ്പേഴ്സ് എന്ന ചാപ്റ്ററാണ് എടുക്കുന്നത്. ഫസ്റ്റ് ചാപ്റ്റർ. അപ്പോൾ റേഷണൽ നമ്പർ നമുക്ക് എന്താണെന്നുള്ളത് നോക്കാം. ആദ്യം തന്നെ നമുക്ക് അറിയുന്ന കുറച്ച് കാര്യങ്ങൾ, അതായത് നമ്മൾ മുമ്പ് പഠിച്ച കാര്യങ്ങൾ. നാച്ചുറൽ നമ്പർ എന്താണ്? നാച്ചുറൽ നമ്പർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, അതായത് നമ്മൾ സാധാരണ എണ്ണുന്ന നമ്പേഴ്സ് 1, 2, 3 ഇങ്ങനെ എണ്ണുന്ന നമ്പേഴ്സിനെയാണ് നമ്മൾ എന്ത് പറയുക? നാച്ചുറൽ നമ്പർ എന്ന് പറയാം. നാച്ചുറൽ നമ്പേഴ്സ്. ഇനി ഈ നമ്പേഴ്സിൻ്റെ കൂടെ ഒരു 0 കൂടി വരികയാണെങ്കിൽ 0, 1, 2, 3 ഇങ്ങനെയാണ് നമ്മൾ എഴുതുന്നതെങ്കിൽ അതിന് നമ്മൾ പറയുന്ന പേരാണ് ഹോൾ നമ്പേഴ്സ്. ഇനി ഇതിൽ തന്നെ പോസിറ്റീവ് നമ്പേഴ്സും 0, നെഗറ്റീവ് നമ്പേഴ്സും ചേർന്ന് വരികയാണെങ്കിൽ അതിനെ നമ്മൾ പറയുന്ന പേരാണ് ഇൻറ്റീജേഴ്സ്. അതായത് പോസിറ്റീവ് നമ്പേഴ്സ് ഉണ്ടാവും, 0 ഉണ്ടാവും, നെഗറ്റീവ് നമ്പേഴ്സ് ഉണ്ടാവും. ഇതെല്ലാം ചേർന്ന് വരുന്ന നമ്പേഴ്സിനെയാണ് നമ്മൾ ഇൻറ്റിജേഴ്സ് എന്ന് പറയുന്നത്. അതായത് -1, -2, 0, 1, 2 ഇങ്ങനെ പോകുന്നു. ഇങ്ങനെയുള്ള നമ്പേഴ്സിനെ നമ്മൾ പറയുന്ന പേരാണ് ഇൻറ്റിജേഴ്സ്. ഇനി നമ്മൾ ഇതിൽ പഠിക്കാൻ പോകുന്നത് റേഷണൽ നമ്പർ. എന്താണ് റേഷണൽ നമ്പർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ? റേഷണൽ നമ്പർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ P/Q ഫോമിൽ എഴുതുന്ന നമ്പേഴ്സിനെയാണ് നമ്മൾ റേഷണൽ നമ്പർ എന്ന് പറയുന്നത്. ഇവിടെ പിയും ക്യൂവും ഇൻറ്റിജേഴ്സ്. വേർ P and Q are integers. P and Q are integers and Q not equal to 0. Q 0 ആവാൻ പാടില്ല. അങ്ങനെയുള്ള നമ്പേഴ്സിനെയാണ് നമ്മൾ റേഷണൽ നമ്പേഴ്സ് എന്ന് പറയുന്നത്. ഇപ്പോൾ റേഷണൽ നമ്പർ എന്ന് പറഞ്ഞാൽ നമുക്ക് 2/3 അല്ലെങ്കിൽ 4/5 ഇങ്ങനെയുള്ള എഴുതുന്ന നമ്പേഴ്സിന് റേഷണൽ നമ്പേഴ്സ് എന്ന് പറയാം. അതുപോലെ 0 ഒരു റേഷണൽ നമ്പറാണ്. കാരണം 0നെ നമുക്ക് എങ്ങനെ എഴുതാം? 0/1. 0/1 എന്താണ്? 0 തന്നെയാണ്. അതുപോലെ 1 ഒരു റേഷണൽ നമ്പറാണ്. 1/1, 2/1. അപ്പം ഇങ്ങനെ, അതായത് ഒരു നമ്പർ ഡിവൈഡ് ബൈ വേറൊരു നമ്പർ അങ്ങനെ എഴുതുന്ന നമ്പേഴ്സിന് P/Q ഫോമിൽ എഴുതുന്ന നമ്പേഴ്സിനെല്ലാം ചേർത്ത് നമ്മൾ പറയുന്ന പേരാണ് റേഷണൽ നമ്പർ. അപ്പോൾ ഈ ഒരു റേഷണൽ നമ്പേഴ്സിൽ നമുക്ക് നാച്ചുറൽ നമ്പേഴ്സ് വരും, ഹോൾ നമ്പേഴ്സ് വരും, ഇൻറ്റിജേഴ്സ് ഇതെല്ലാം കൂടി ചേർന്നിട്ട് ഇതിൽ വരും, റേഷണൽ നമ്പറിൽ വരും. അപ്പോൾ റേഷണൽ നമ്പേഴ്സ് ക്യാൻ ബി റിട്ടൺ ഇൻ ദ ഫോം P/Q where P and Q are integers and Q not equal to 0 ആണ്. ഇനി നമുക്ക് ഇതിൽ പഠിക്കാനുള്ളത് ഇതിൻ്റെ പ്രോപ്പർട്ടീസ്. അതായത് റേഷണൽ നമ്പേഴ്സിൻ്റെ പ്രോപ്പർട്ടീസ് പഠിക്കണം. ക്ലോഷർ പ്രോപ്പർട്ടി, കമ്മ്യൂട്ടേറ്റീവ് പ്രോപ്പർട്ടി, അസോസിയേറ്റീവ് പ്രോപ്പർട്ടി. 3 പ്രോപ്പർട്ടിയാണ് നമുക്ക് ഇതിൽ പഠിക്കാനുള്ളത്. അതെന്താണെന്നുള്ളത് നോക്കാം. പ്രോപ്പർട്ടീസ് ഓഫ് റേഷണൽ നമ്പേഴ്സ്. അതിൽ ആദ്യം നമുക്ക് വരുന്നത് ക്ലോഷർ പ്രോപ്പർട്ടി. അപ്പോൾ ക്ലോഷർ പ്രോപ്പർട്ടി ഇതിൽ ഹോൾ നമ്പേഴ്സിൻ്റെതെല്ലാം നമ്മൾ മുമ്പ് പഠിച്ചിട്ടുള്ളതാണ്. ഹോൾ നമ്പേഴ്സിൻ്റെ ക്ലോഷർ പ്രോപ്പർട്ടിയിൽ വരുന്നത് അഡിഷൻ, സബ്ട്രാക്ഷൻ, മൾട്ടിപ്ലിക്കേഷൻ ആൻഡ് ഡിവിഷൻ ആണ്. മൾട്ടിപ്ലിക്കേഷൻ, ഡിവിഷൻ ഇത്രയും കാര്യങ്ങളാണ് ഒരു പ്രോപ്പർട്ടിയിൽ നമുക്ക് വരുന്നത്. അതിൽ ഹോൾ നമ്പേഴ്സിൻ്റെ കേസ് നമ്മൾ നോക്കുകയാണെങ്കിൽ 2 ഹോൾ നമ്പേഴ്സിനെ ആഡ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് കിട്ടുന്ന ആൻസറും എന്തായിരിക്കും? ഹോൾ നമ്പേഴ്സ് തന്നെയാണ്. അതായത് ഇപ്പോൾ 0 + 2 ആഡ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് 2 തന്നെയാണ് കിട്ടുന്നത്. അത് ഒരു ഹോൾ നമ്പർ തന്നെയാണ്. അതുകൊണ്ട് അതായത് ഹോൾ നമ്പേഴ്സ് ആർ ക്ലോസ്ഡ് അണ്ടർ അഡിഷൻ. അതുപോലെ സബ്ട്രാക്ഷൻ്റെ കേസിൽ നമ്മൾ നോക്കുകയാണെങ്കിൽ 0 ഇപ്പോൾ -2 -2 നമുക്ക് ആഡ് ചെയ്ത് കഴിഞ്ഞാൽ -2 ആണ് വരുന്നത്. -2 എന്താണ്? ഹോൾ നമ്പർ അല്ല. അപ്പോൾ ഹോൾ നമ്പേഴ്സ് ആർ നോട്ട് ക്ലോസ്ഡ് അണ്ടർ സബ്ട്രാക്ഷനിൽ നോട്ട് ക്ലോസ്ഡ് ആണ്. ഹോൾ നമ്പേഴ്സിൻ്റെ കാര്യമാണ് പറയുന്നത്. ഹോൾ നമ്പേഴ്സിൽ നമുക്ക് 2 ഹോൾ നമ്പർ ആഡ് ചെയ്ത് കഴിഞ്ഞാൽ ഹോൾ നമ്പർ തന്നെ കിട്ടുന്നത് കൊണ്ട് ഹോൾ നമ്പേഴ്സ് ആർ ക്ലോസ്ഡ് അണ്ടർ അഡിഷൻ. അതുപോലെ സബ്ട്രാക്ഷനിലാണെങ്കിൽ നമുക്ക് വരില്ല. ഇപ്പോൾ 2 ഹോൾ നമ്പേഴ്സ് സബ്ട്രാക്ട് ചെയ്യുന്നു, -2 ആണ് വരുന്നത്. -2 എന്ന് പറയുന്നത് ഹോൾ നമ്പർ അല്ല. അപ്പോൾ നോട്ട് ക്ലോസ്ഡ് അണ്ടർ സബ്ട്രാക്ഷൻ. അതുപോലെ മൾട്ടിപ്ലിക്കേഷനിൽ നോക്കുകയാണെങ്കിൽ 2 ഹോൾ നമ്പർ ഇപ്പോൾ 2ഉം 3യും മൾട്ടിപ്ലൈ ചെയ്ത് കഴിഞ്ഞാൽ 6. അപ്പോൾ നമുക്ക് അത് ഹോൾ നമ്പർ തന്നെയാണ് കിട്ടുന്നത്. അതുകൊണ്ട് നമുക്ക് എന്ത് പറയാം? ആർ ക്ലോസ്ഡ് അണ്ടർ മൾട്ടിപ്ലിക്കേഷൻ. ഇനി ഡിവിഷൻ്റെ കേസ് നോക്കുകയാണെങ്കിൽ 2 ഹോൾ നമ്പർ നമ്മൾ ഡിവൈഡ് ചെയ്യുന്നു. 2ഉം 3യും ഹോൾ നമ്പറാണ്. അതിനെ ഡിവൈഡ് ചെയ്യുമ്പോൾ നമുക്ക് എന്താ കിട്ടുക? 2/3 ആണ് കിട്ടുക. 2/3 എന്ന് പറയുന്നത് ഹോൾ നമ്പർ അല്ല. അപ്പോൾ ഇതും നോട്ട് ക്ലോസ്ഡ്.
നോട്ട് ക്ലോസ്ഡ് അണ്ടർ ഡിവിഷൻ. അപ്പോൾ ഹോൾ നമ്പേഴ്സിൻ്റെ കേസ് പറയുകയാണെങ്കിൽ നമുക്ക് ഹോൾ നമ്പേഴ്സ് അഡീഷനിൽ ക്ലോസ്ഡ് ആണ്, മൾട്ടിപ്ലിക്കേഷനിൽ ക്ലോസ്ഡ് ആണ്, ഡിവിഷനിലും സബ്ട്രാക്ഷനിലും നോട്ട് ക്ലോസ്ഡ് ആണ് ഹോൾ നമ്പേഴ്സ്. ഇൻറ്റിജേഴ്സിൻ്റെ കേസ് പറയുകയാണെങ്കിൽ ഇൻറ്റിജേഴ്സിൽ ഏതെങ്കിലും രണ്ട് ഇൻറ്റിജേഴ്സ് നമ്മൾ ആഡ് ചെയ്യുകയാണെങ്കിൽ, ഇൻറ്റിജേഴ്സ് എന്ന് പറഞ്ഞാൽ നെഗറ്റീവ് നമ്പേഴ്സും പോസിറ്റീവ് നമ്പേഴ്സും സീറോ എല്ലാം ചേർന്ന് വരുന്ന നമ്പേഴ്സിനെയാണ് നമ്മൾ ഇൻറ്റിജേഴ്സ് എന്ന് പറയുന്നത്. അപ്പോൾ ഏതെങ്കിലും രണ്ട് ഇൻറ്റിജേഴ്സ് എടുക്കുന്നു, -1 + 1 നമ്മൾ ആഡ് ചെയ്തപ്പോൾ എന്താ കിട്ടുന്നത്? 0. 0 എന്താണ്? ഇൻറ്റിജർ തന്നെയാണ്. അപ്പോൾ നമുക്ക് എന്ത് പറയാം? ഇൻറ്റിജേഴ്സ് ആർ ക്ലോസ്ഡ് അണ്ടർ അഡീഷൻ. ഇനി അതുപോലെ സബ്ട്രാക്ഷൻ്റെ കേസ് നോക്കുകയാണെങ്കിൽ -1 -2 രണ്ട് ഇൻറ്റിജേഴ്സ് എടുത്തു. അപ്പോൾ അതിന് രണ്ടിനെയും നമ്മൾ, അതായത് ഒരു 2 എന്നുള്ള ഒരു ഇൻറ്റിജേഴ്സും -1 എന്നുള്ള ഒരു ഇൻറ്റിജറും എടുത്തു കഴിഞ്ഞാൽ അതിനെ നമ്മൾ സബ്ട്രാക്ട് ചെയ്യുമ്പോൾ നമുക്ക് കിട്ടുന്ന നമ്പർ എന്താണ്? -3. -3 എന്ന് പറയുന്നത് എന്താണ്? ഇൻറ്റിജർ തന്നെയാണ്. അപ്പോൾ നമുക്ക് എങ്ങനെ പറയാം? ക്ലോസ്ഡ് ഇൻറ്റിജേഴ്സ് ആർ ക്ലോസ്ഡ് അണ്ടർ സബ്ട്രാക്ഷൻ. ഇനി മൾട്ടിപ്ലിക്കേഷൻ്റെ കേസ് നോക്കുകയാണെങ്കിൽ ഇപ്പം 1ഉം -2 മൾട്ടിപ്ലൈ ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് എന്താണ് കിട്ടുന്നത്? -2 തന്നെ. ഏതെങ്കിലും രണ്ട് നമ്പേഴ്സ്, ഇൻറ്റിജേഴ്സിലുള്ള ഏതെങ്കിലും രണ്ട് നമ്പർ നമ്മൾ മൾട്ടിപ്ലൈ ചെയ്യുകയാണെങ്കിൽ ഇൻറ്റിജേഴ്സ് തന്നെയാണ് കിട്ടുന്നതെങ്കിൽ നമുക്ക് എന്ത് പറയാം? ആർ ക്ലോസ്ഡ് അണ്ടർ മൾട്ടിപ്ലിക്കേഷൻ. അപ്പോൾ ഇതിലും ആർ ക്ലോസ്ഡ് അണ്ടർ മൾട്ടിപ്ലിക്കേഷൻ ആണ് നമുക്ക് കിട്ടുന്നത്. ഇനി ഡിവിഷൻ്റെ കേസ് നോക്കുകയാണെങ്കിൽ ഡിവിഷൻ -1 2 എന്നുള്ള രണ്ട് നമ്പർ നമ്മൾ എടുത്തു, അതിനെ ഡിവൈഡ് ചെയ്യുമ്പോൾ നമുക്ക് ഇൻറ്റിജർ അല്ല കിട്ടുന്നത്. ഇൻറ്റിജർ അല്ലാത്തത് കൊണ്ട് നമുക്ക് എന്താ പറയുക? ആർ നോട്ട് ക്ലോസ്ഡ് അണ്ടർ ഡിവിഷൻ. അപ്പോൾ ഇൻറ്റിജേഴ്സിൻ്റെ കേസിൽ അഡീഷനും സബ്ട്രാക്ഷനും മൾട്ടിപ്ലിക്കേഷനും വരുന്നത് നോട്ട് ക്ലോസ്ഡ് അണ്ടർ ഡിവിഷൻ ആണ് നമുക്ക് കിട്ടിയിട്ടുള്ളത്. ഇനി റേഷണൽ നമ്പേഴ്സിൻ്റെ കാര്യം നോക്കാം. റേഷണൽ നമ്പേഴ്സിൽ എങ്ങനെയാണ് ക്ലോഷർ പ്രോപ്പർട്ടി വരുന്നത് എന്നൊക്കെ. ഇപ്പോൾ റേഷണൽ നമ്പേഴ്സിൽ നമ്മൾ പറഞ്ഞു, ഇപ്പോൾ റേഷണൽ നമ്പർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താ? P/Q ഫോമിൽ എഴുതുന്ന നമ്പേഴ്സിനെയാണ് റേഷണൽ നമ്പർ എന്ന് പറയുന്നത്. രണ്ട് റേഷണൽ നമ്പർ എടുക്കുക. ഇപ്പോൾ 2/3ഉം 4/3 രണ്ട് റേഷണൽ നമ്പർ എടുത്തു, അതിന് ആഡ് ചെയ്യാണ്. ഇവിടെ ഡിനോമിനേറ്റർ സെയിം ആയതുകൊണ്ട് നമുക്ക് എങ്ങനെ എഴുതാം? 3 6/3. 6/3 എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 2 ആണ്. 2 എന്താണ്? ഒരു റേഷണൽ നമ്പർ തന്നെയാണ്. അപ്പോൾ അഡീഷനിലെ റേഷണൽ നമ്പേഴ്സ് ആർ ക്ലോസ്ഡ് അണ്ടർ അഡീഷൻ. ഇനി ഡിഫറെൻ്റ് ആയിട്ടുള്ള നമ്പർ ആണെങ്കിൽ നമുക്ക് ആഡ് ചെയ്യാൻ അറിയാം. ആഡ് ചെയ്ത് കഴിഞ്ഞാൽ എന്താ വരിക? അതായത് ഡിനോമിനേറ്റർ ഡിഫറെൻ്റ് ആയിട്ട് വരുന്ന നമ്പേഴ്സ് 2/3 + 5/4 ഇങ്ങനെയാണുള്ളതെന്ന് വിചാരിക്കുക. അപ്പോൾ ഇതിനെ നമ്മൾ എങ്ങനെയാണ് ആഡ് ചെയ്യുമ്പോൾ LCM എടുക്കും. 12 4 × 2 8 5 × 3 15 13/12 ആണ് വരുന്നത്. 13/12 എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ്? റേഷണൽ നമ്പർ തന്നെയാണ്. അപ്പോൾ എങ്ങനെയായാലും നമുക്ക് രണ്ട് റേഷണൽ നമ്പർ ആഡ് ചെയ്ത് കഴിഞ്ഞാൽ റേഷണൽ നമ്പർ തന്നെ കിട്ടുന്നത് കൊണ്ട് റേഷണൽ നമ്പേഴ്സ് ആർ ക്ലോസ്ഡ് അണ്ടർ അഡീഷൻ എന്ന് പറയാൻ കഴിയും. ഇനി സബ്ട്രാക്ഷൻ്റെ കേസിലും നമുക്ക് റേഷണൽ നമ്പർ തന്നെയാണ് കിട്ടുക. ഇപ്പോൾ 2/5 -1/5 നമ്മൾ മൈനസ് ചെയ്ത് കഴിഞ്ഞാൽ 1/5 ആണ് കിട്ടുന്നത്. അപ്പോൾ അതൊരു റേഷണൽ നമ്പർ തന്നെയാണ്. ഇനി 3/4 -2/3 ഇങ്ങനെയാണുള്ളത് രണ്ട് റേഷണൽ നമ്പറിനെ നമ്മൾ സബ്ട്രാക്ട് ചെയ്യുന്നു. അപ്പോൾ ഇവിടെ നമ്മൾ എന്ത് ചെയ്യും? LCM 12 LCM എടുക്കും. 3 × 3 9 4 × 2 8. അപ്പോൾ 1/12 ആണ് കിട്ടുന്നത്. 1/12 എന്ന് പറയുന്നത് എന്താണ്? റേഷണൽ നമ്പർ തന്നെയാണ്. അപ്പോൾ നമുക്ക് എങ്ങനെ പറയാം? റേഷണൽ നമ്പേഴ്സ് ആർ ക്ലോസ്ഡ് അണ്ടർ സബ്ട്രാക്ഷൻ. അഡീഷനിലും ക്ലോസ്ഡ് ആണ്, സബ്ട്രാക്ഷനിലും ക്ലോസ്ഡ് ആണ്. അതായത് രണ്ട് റേഷണൽ നമ്പർ എടുത്ത് ആഡ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് റേഷണൽ നമ്പർ തന്നെ കിട്ടുന്നു. അതുപോലെ രണ്ട് റേഷണൽ നമ്പർ നമ്മൾ സബ്ട്രാക്ട് ചെയ്യുകയാണെങ്കിൽ റേഷണൽ നമ്പർ തന്നെ കിട്ടുന്നത് കൊണ്ട് റേഷണൽ നമ്പേഴ്സ് ആർ ക്ലോസ്ഡ് അണ്ടർ സബ്ട്രാക്ഷൻ. ഇനി മൾട്ടിപ്ലിക്കേഷൻ നോക്കാം. മൾട്ടിപ്ലിക്കേഷൻ രണ്ട് റേഷണൽ നമ്പർ എടുത്ത് നമ്മൾ മൾട്ടിപ്ലൈ ചെയ്യുകയാണെങ്കിൽ എന്താണ് കിട്ടുക? റേഷണൽ നമ്പർ തന്നെയാണ് കിട്ടുക. ഇപ്പോൾ 2/3 × 4/5 നമ്മൾ മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ നമുക്ക് LCM ഒന്നും എടുക്കേണ്ട. എന്ത് ചെയ്താൽ മതി? ന്യൂമറേറ്റർ ഡിനോമിനേറ്റർ സെപ്പറേറ്റ് ആയിട്ട് മൾട്ടിപ്ലൈ ചെയ്യുക. 2 × 4 എന്ന് പറഞ്ഞാൽ 8, 3 × 5 എന്ന് പറഞ്ഞാൽ 15. ഇതെന്താണ്? റേഷണൽ നമ്പർ തന്നെയാണ്. അപ്പം നമുക്ക് റേഷണൽ നമ്പേഴ്സ് ആർ ക്ലോസ്ഡ് അണ്ടർ
മൾട്ടിപ്ലിക്കേഷനിലും ക്ലോസ്ഡ് തന്നെയാണ് നമുക്ക് വരുന്നത്. റാഷണൽ നമ്പേഴ്സ് ആർ ക്ലോസ്ഡ് അണ്ടർ മൾട്ടിപ്ലിക്കേഷൻ. ഇനി ഡിവിഷൻ്റെ കേസിൽ നോക്കുകയാണെങ്കിൽ നമുക്ക് 0 ഒഴികെയുള്ള ബാക്കി നമ്പേഴ്സ് എല്ലാം നമുക്ക് ഡിവൈഡ് ചെയ്യുമ്പോൾ റാഷണൽ നമ്പർ തന്നെയാണ് കിട്ടുക. ഇപ്പോൾ 3 എന്ന ഒരു റാഷണൽ നമ്പർ നമ്മൾ 0 എന്ന ഒരു റാഷണൽ നമ്പർ കൊണ്ട് ഡിവൈഡ് ചെയ്യുന്നു. അപ്പോൾ 3/0 എന്ന് പറയുന്നത് നോട്ട് ഡിഫൈൻഡ് ആണ്. അപ്പോൾ ഈ ഒരു കേസിൽ മാത്രം നമുക്ക് റാഷണൽ നമ്പർ എന്ന് പറയാൻ കഴിയില്ല. ബാക്കി ഏത് നമ്പർ 0 ഒഴികെ ബാക്കിയുള്ള നമ്പേഴ്സ് എല്ലാം ക്ലോസ്ഡ് അണ്ടർ ഡിവിഷനാണ്. ഇപ്പോൾ റാഷണൽ നമ്പേഴ്സിൻ്റെ കേസ് നമ്മൾ നോക്കുകയാണെങ്കിൽ 2 റാഷണൽ നമ്പർ ആഡ് ചെയ്യുമ്പോൾ നമുക്ക് റാഷണൽ നമ്പർ തന്നെ കിട്ടുന്നത് കൊണ്ട് ആദ്യത്തെ പ്രോപ്പർട്ടി ക്ലോഷർ പ്രോപ്പർട്ടി റാഷണൽ നമ്പേഴ്സ് ആർ ക്ലോസ്ഡ് അണ്ടർ അഡിഷൻ, rational numbers are closed under subtraction, rational numbers are closed under multiplication, divisionle 0 ഒഴികെ ബാക്കിയുള്ള നമ്പേഴ്സ് ആർ ക്ലോസ്ഡ് അണ്ടർ ഡിവിഷൻ ആണ്. അടുത്ത പ്രോപ്പർട്ടി എന്ന് പറയുന്നത് കമ്മ്യൂട്ടേറ്റീവ് പ്രോപ്പർട്ടി. കമ്മ്യൂട്ടേറ്റീവ് പ്രോപ്പർട്ടി ഹോൾ നമ്പേഴ്സിന്റെ കേസിൽ എങ്ങനെയാണ് വരിക എന്നുള്ളത് നോക്കാം. ഹോൾ നമ്പേഴ്സിൽ നമുക്ക് അഡിഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ്, a+b = b+a കിട്ടുകയാണെങ്കിൽ നമുക്ക് എന്ത് പറയാം, കമ്മ്യൂട്ടേറ്റീവ് എന്ന് പറയാം. ഇപ്പോൾ ഹോൾ നമ്പേഴ്സ്, ഇപ്പോൾ ഹോൾ നമ്പർ 2, 3 രണ്ട് ഹോൾ നമ്പർ നമ്മൾ എടുത്തു. 2+3 ആഡ് ചെയ്ത് കഴിഞ്ഞാൽ കിട്ടുന്നത് തന്നെയാണ് 3+2 ആഡ് ചെയ്താൽ കിട്ടുക. 2+3 = 5 ആണ്. അതുപോലെ 3+2 തിരിച്ചെഴുതുമ്പോഴും നമുക്ക് അതേ തന്നെയാണ് കിട്ടുന്നത്. അപ്പോൾ നമുക്ക് എന്ത് പറയാം, ഹോൾ നമ്പേഴ്സിന്റെ കേസിൽ അഡിഷൻ ഈസ് കമ്മ്യൂട്ടേറ്റീവ് എന്ന് പറയാം. അഡിഷൻ കമ്മ്യൂട്ടേറ്റീവ് ആണ്. ഈ സബ്ട്രാക്ഷന്റെ കേസ് നോക്കുക, നമ്മൾ ഇതേ നമ്പർ തന്നെ എടുക്കുന്നു, 2ഉം 3ഉം. 2 - 3 എത്രയാണ് വരിക, -1 ആണ് വരിക. 3 - 2 ആണെങ്കിലോ നമുക്ക് 1 ആണ് കിട്ടുന്നത്. ഒന്ന് പോസിറ്റീവ് ഒന്ന് നെഗറ്റീവ് ആണ് കിട്ടുന്നത്. അപ്പോൾ ഇവിടെ നമുക്ക് എന്ത് പറയാം, സബ്ട്രാക്ഷൻ ഈസ് നോട്ട് കമ്മ്യൂട്ടേറ്റീവ്. സബ്ട്രാക്ഷൻ കമ്മ്യൂട്ടേറ്റീവ് അല്ല. ഇനി മൾട്ടിപ്ലിക്കേഷൻ്റെ കേസിൽ 2ഉം 3 ആണല്ലോ നമ്മൾ എടുത്തിട്ടുള്ളത്. 2 × 3 തന്നെയാണ് ഇത് മൾട്ടിപ്ലൈ ചെയ്ത് കഴിഞ്ഞാൽ 3 × 2 രണ്ടും സെയിം ആയിട്ടാണ് നമുക്ക് കിട്ടുന്നത്. അപ്പം മൾട്ടിപ്ലിക്കേഷൻ ഈസ് കമ്മ്യൂട്ടേറ്റീവ് എന്ന് പറയാം. ഇനി ഡിവിഷൻ്റെ കേസിൽ നോക്കുകയാണെങ്കിൽ 2/3 ഈസ് നോട്ട് ഈക്വൽ ടു 3/2 ആണ്. 2/3 ഡിവൈഡ് 2ൽ നിന്ന് 3 ഡിവൈഡ് ചെയ്താൽ കിട്ടുന്നതായിട്ടില്ല, 3ൽ നിന്ന് 2 കൊണ്ട് ഡിവൈഡ് ചെയ്താൽ കിട്ടുന്നത്. അപ്പോൾ ഇതും നോട്ട് കമ്മ്യൂട്ടേറ്റീവ്. അപ്പോൾ നമുക്ക് ഹോൾ നമ്പേഴ്സിൻ്റെ കേസിൽ അഡിഷനും മൾട്ടിപ്ലിക്കേഷനും മാത്രമേ കമ്മ്യൂട്ടേറ്റീവ് ആയിട്ട് വരുന്നുള്ളൂ. സബ്ട്രാക്ഷനും ഡിവിഷനും നോട്ട് കമ്മ്യൂട്ടേറ്റീവ് ആണ്. ഇതേ തന്നെയാണ് ഇൻറ്റിജേഴ്സിൻ്റെ കേസിലും വരിക. ഇൻറ്റിജേഴ്സിൻ്റെ കേസിൽ നമ്മൾ നോക്കുകയാണെങ്കിൽ ആഡ് ചെയ്യുമ്പോൾ രണ്ട് നമ്പേഴ്സ് ആഡ് ചെയ്ത് കഴിഞ്ഞാൽ a+b = b+a തന്നെയാണ് വരിക. അതുപോലെ സബ്ട്രാക്ഷനിൽ നോക്കുകയാണെങ്കിൽ, അതായത് രണ്ട് ഇൻറ്റീജേഴ്സ് നമ്മൾ എടുത്തു, -1ഉം 2 ആണ് എടുക്കുന്നത്. -1 + 2 തന്നെയാണ് 2 - 1. -1 + 2 എന്ന് പറയുന്നത് 1 ആണ്. 2ൽ നിന്ന് 1 മൈനസ് ചെയ്ത് കഴിഞ്ഞാൽ 1 ആണ്. അപ്പോൾ അഡിഷൻ ഈസ് കമ്മ്യൂട്ടേറ്റീവ് ആണ്. ഇൻറ്റീജേഴ്സിൻ്റെ കേസിലും അഡിഷൻ കമ്മ്യൂട്ടേറ്റീവ് ആണ്. സബ്ട്രാക്ഷനിൽ നമുക്ക് സെയിം ആയിട്ട് കിട്ടില്ല. -1 - 2 ആണ്. അപ്പോൾ ഇവിടെ നമുക്ക് 2 - -1 ആണ് വരിക. അപ്പോൾ അത് ഈക്വൽ ആയിട്ട് വരില്ല. ഈ രണ്ട് നമ്പേഴ്സ് തന്നെയാണ് നമ്മൾ ചെയ്ത് നോക്കുന്നതെങ്കിൽ, അതായത് സബ്ട്രാക്ട് ചെയ്യുന്നത്. -1 ന്ന് -2 മൈനസ് ചെയ്യുകയാണെങ്കിൽ -1 - 2 എത്രയാണ്, -3 ആണ്. അപ്പോൾ 2ൽ നിന്ന് -1 മൈനസ് ചെയ്യുകയാണെങ്കിൽ നമുക്ക് 2 + 1 ആണ്. ഇവിടെ 3 ആണ് വരുന്നത്, ഇവിടെ -3 ആണ് വരുന്നത്. അപ്പോൾ ഇത് രണ്ടും നോട്ട് ഈക്വൽ ആണ്. നോട്ട് ഈക്വൽ ആയതുകൊണ്ട് ഈസ് നോട്ട് കമ്മ്യൂട്ടേറ്റീവ് എന്ന് പറയും. ഏത് നമ്പർ എടുത്തു കഴിഞ്ഞാലും നമുക്ക് അതേപോലെ തന്നെയാണ് വരിക. സബ്ട്രാക്ഷൻ ഇനിയിപ്പോൾ പോസിറ്റീവ് ആയിട്ടുള്ള രണ്ട് ഇൻറ്റീജേഴ്സ് ആണ് നമ്മൾ എടുക്കുന്നതെന്ന് വിചാരിക്കുക. അപ്പോൾ 3ഉം 2ഉം എടുക്കുന്നു. 3ൽ നിന്ന് 2 മൈനസ് ചെയ്താൽ കിട്ടുന്നതായിരിക്കില്ല. 2ൽ നിന്ന് 3 മൈനസ് ചെയ്ത് 3 - 2 എത്രയാണ്, +1 ആണ്. 2 - 3 എത്രയാണ്, -1 ആണ്. അപ്പോൾ സബ്ട്രാക്ഷൻ ഈസ് നോട്ട് കമ്മ്യൂട്ടേറ്റീവ് എന്ന് പറയുക. മൾട്ടിപ്ലിക്കേഷൻ്റെ കേസിലാണെങ്കിൽ -1 × 2 എത്രയാണ്, -2. 2 × -1 എത്രയാണ്, -2. അപ്പോൾ കമ്മ്യൂട്ടേറ്റീവ് ആണ്. ഇനി ഡിവിഷൻ്റെ കേസിൽ നോക്കുകയാണെങ്കിൽ ഡിവിഷൻ -1/2 ഈസ് നോട്ട് ഈക്വൽ ടു 2/-1. 2/-1 എന്ന് പറഞ്ഞാൽ -2 ആണ് കിട്ടുക. ഇവിടെ -1/2 തന്നെയാണ് കിട്ടുക. അപ്പോൾ ഇവിടെ നോട്ട് കമ്മ്യൂട്ടേറ്റീവ് ആണ്. നേരത്തെ ഹോൾ നമ്പേഴ്സിൽ എന്താണ് കിട്ടിയത് അതേപോലെ തന്നെയാണ്. അഡിഷനും മൾട്ടിപ്ലിക്കേഷനും മാത്രമേ കമ്മ്യൂട്ടേറ്റീവ് ആയിട്ടുള്ളൂ. സബ്ട്രാക്ഷനും ഡിവിഷനും നോട്ട് കമ്മ്യൂട്ടേറ്റീവ് ആണ്. ഇനി റാഷണൽ നമ്പേഴ്സിൻ്റെ കേസ് നോക്കാം. റാഷണൽ നമ്പേഴ്സിൽ നമുക്ക് എങ്ങനെയാണ് വരിക, റാഷണൽ നമ്പേഴ്സിലും ഇതേപോലെ തന്നെയാണ് വരിക.
റേഷണൽ നമ്പേഴ്സ്, കമ്മ്യൂട്ടേറ്റീവ് പ്രോപ്പർട്ടി ഫോർ റേഷണൽ നമ്പേഴ്സ്, ഇതാണ് നമുക്ക് അറിയേണ്ടത്. അപ്പോൾ എ പ്ലസ് ബി ഈക്വൽ ടു ബി പ്ലസ് എ, രണ്ട് റേഷണൽ നമ്പർ എടുത്തു. 2/3യും നമുക്ക് ഡിനോമിനേറ്റർ ഡിഫറെൻ്റ് ആയിട്ടുള്ള രണ്ട് റേഷണൽ നമ്പർ നോക്കാം. 2/3യും 4/5. ഇതിനെ ആഡ് ചെയ്യുമ്പോൾ നമുക്ക് 2/3 + 4/5 തന്നെയായിരിക്കും. അതായത് 2/3 + 4/5 ആഡ് ചെയ്ത് കഴിഞ്ഞാൽ എന്താണോ കിട്ടുന്നത് അത് തന്നെയാണ് 4/5 + 2/3 ആഡ് ചെയ്താലും കിട്ടുക. ഇവിടെ നമ്മൾ LCM എടുക്കും. 15 LCM. ഇവിടെ 5 × 2 10, 3 × 4 12. ഡിനോമിനേറ്റർ രണ്ടും മൾട്ടിപ്ലൈ ചെയ്തിട്ട് LCM എടുക്കുക. ഇവിടെ 3 ആണുള്ളത്. ഇത് 3 15 ആവണം. നമുക്ക് 5 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യണം. അപ്പോൾ 2 × 5 ഇങ്ങനെ ക്രോസ് മൾട്ടിപ്ലൈ ചെയ്താൽ മതി. 2 × 5 + 3 × 4, 3 × 4 12. അപ്പോൾ 22/15 ആണ് കിട്ടുന്നത്. ഇതേ തന്നെയാണ് നമുക്ക് 4/5 + 2/3 ചെയ്ത് കഴിഞ്ഞാലും എന്ത് കിട്ടും? 22/15 തന്നെയാണ് കിട്ടുന്നത്. അപ്പോൾ രണ്ടിനും സെയിം ആൻസർ എ പ്ലസ് ബി ഈക്വൽ ടു ബി പ്ലസ് എ വരുന്നത് കൊണ്ട് റേഷണൽ നമ്പേഴ്സ് ആർ കമ്മ്യൂട്ടേറ്റീവ്, അതായത് അഡിഷൻ ഈസ് കമ്മ്യൂട്ടേറ്റീവ് ആണ്. നമുക്ക് റേഷണൽ നമ്പേഴ്സിൻ്റെ കേസിൽ അഡിഷൻ ഈസ് കമ്മ്യൂട്ടേറ്റീവ്. ഇനി സബ്ട്രാക്ഷൻ നോക്കുകയാണെങ്കിൽ ഇപ്പോൾ നമ്മൾ 2/3യും 4/5 എന്നുള്ള രണ്ട് നമ്പർ എടുത്തു. നമ്മൾ സബ്ട്രാക്ട് ചെയ്യുമ്പോൾ ഇവിടെ 15 LCM 10 -12. അപ്പോൾ നമുക്ക് എത്രയാണ് കിട്ടുന്നത്? -2/15 ആണ് കിട്ടുന്നത്. ഇനി ഇതിപ്പോൾ A - B ആണ്. ഇനി B - A നോക്കുകയാണെങ്കിൽ B - A എന്ന് പറയുമ്പോൾ ഇവിടെ 4/5 - 2/3 ആണ് വരുന്നത്. അപ്പോൾ ഇവിടെ 15 LCM 12 - 10. 12 - 10 എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവിടെ 2/15 ആണ് വരുന്നത്. പോസിറ്റീവ് ആണ് വരുന്നത്. ഇവിടെ നമുക്ക് നെഗറ്റീവ് ആണ് കിട്ടുന്നത്. അപ്പോൾ A - B നോട്ട് ഈക്വൽ ടു B - A ആണ്. അപ്പോൾ നമുക്ക് എന്ത് പറയാം? സബ്ട്രാക്ഷൻ ഈസ് നോട്ട് കമ്മ്യൂട്ടേറ്റീവ്. അപ്പോൾ സബ്ട്രാക്ഷൻ കമ്മ്യൂട്ടേറ്റീവ് അല്ല. ഇനി അടുത്തത് മൾട്ടിപ്ലിക്കേഷൻ. മൾട്ടിപ്ലിക്കേഷൻ്റെ കേസിൽ 2/3 × 4/5 എത്രയാണോ 8/15. അത് തന്നെയാണ് നമുക്ക് 4/5 × 2/3 ചെയ്താൽ, അതായത് A × B ഈക്വൽ ടു B × A തന്നെയാണ് കിട്ടുന്നത്. അപ്പോൾ നമുക്ക് എന്ത് പറയാം? മൾട്ടിപ്ലിക്കേഷൻ ഈസ് കമ്മ്യൂട്ടേറ്റീവ്. ഇനി ഡിവിഷൻ്റെ കേസ് നോക്കുകയാണെങ്കിൽ ഡിവിഷൻ നമുക്ക് സെയിം ആയിട്ട് കിട്ടില്ല. 2/3 ÷ 4/5. അപ്പോൾ എന്താണ് വരിക? 2/3 × 5/4 അല്ലേ? അപ്പോൾ ഇവിടെ 2 5/6 ആണ് വരുന്നത്. അപ്പോൾ 5/6 എന്ന് കിട്ടിയത്. ഇനി നമ്മൾ എന്ത് ചെയ്യുന്നു? 4/5 ÷ 2/3 ചെയ്യും. 4/5 × 3/2 തിരിച്ചെഴുതുക. നമ്മൾ ഡിവിഷൻ ആകുമ്പോൾ ഇൻറ്റു ഇടുമ്പോൾ റെസിപ്രോക്കൽ എഴുതുക. അപ്പോൾ ഇവിടെ 2 6/5. ഇവിടെ 5/6 ആണ് കിട്ടിയതെങ്കിൽ ഇവിടെ 6/5 ആണ് കിട്ടുന്നത്. അപ്പോൾ നമുക്ക് എന്ത് പറയാം? ഡിവിഷൻ റേഷണൽ നമ്പേഴ്സിൻ്റെ കേസോ അതേപോലെ തന്നെയാണ് കിട്ടിയിട്ടില്ല. ഡിവിഷൻ ഈസ് നോട്ട് കമ്മ്യൂട്ടേറ്റീവ്. അഡിഷനും മൾട്ടിപ്ലിക്കേഷനും കമ്മ്യൂട്ടേറ്റീവ് ആണ്. ഡിവിഷനും സബ്ട്രാക്ഷനും നോട്ട് കമ്മ്യൂട്ടേറ്റീവ് ആണ്. അടുത്തത് അസോസിയേറ്റീവ് പ്രോപ്പർട്ടി. അസോസിയേറ്റീവ് പ്രോപ്പർട്ടി ഇതും അതേ നമുക്ക് എല്ലാം സെയിം ആയിട്ട് അഡിഷനും മൾട്ടിപ്ലിക്കേഷനും മാത്രമേ അസോസിയേറ്റിവിറ്റി വരുള്ളൂ. അതായത് നമുക്ക് അസോസിയേറ്റീവ് പ്രോപ്പർട്ടി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ A + B + C ഈക്വൽ ടു, അവിടെ ബ്രാക്കറ്റ് മാത്രം ചേഞ്ച് ആവും. A + B + C. ആദ്യം A + B + Cക്ക് ബ്രാക്കറ്റ് വന്നു. പിന്നെ നമ്മൾ എഴുതുമ്പോൾ A + B + C. അപ്പോൾ ഹോൾ നമ്പേഴ്സിൻ്റെ കേസിലായാലും ഇൻറ്റിജേഴ്സിൻ്റെ കേസിലായാലും എല്ലാം ഇപ്പോൾ നമ്മൾ 3 നമ്പേഴ്സ് എടുക്കുന്നു. 1 4 5. അപ്പോൾ 1 + 4 + 5 എന്ന് പറയുന്നത് എത്രയാണ്? 4 + 5 എല്ലാം പ്ലസ് ചെയ്യുകയാണ്. എങ്ങനെ പ്ലസ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് സെയിം ആൻസർ വരും. 9 9 + 1 എന്ന് പറയുന്നത് 10. ഇപ്പോൾ നമ്മൾ ബ്രാക്കറ്റ് മാറ്റി 1 + 4 + 5 ചെയ്തു. അപ്പോഴും എന്താണ് കിട്ടുന്നത്? നമുക്ക് 10 തന്നെയാണ് കിട്ടുന്നത്. അപ്പോൾ A + B + C = A + B + C. അപ്പോൾ ഹോൾ നമ്പേഴ്സിൻ്റെ കേസായാലും ഇൻറ്റിജേഴ്സിൻ്റെ കേസിലായാലും ഇൻറ്റിജേഴ്സിൽ ഇപ്പോൾ നെഗറ്റീവ് നമ്പേഴ്സാണ്. -1 + 4 + 5 നമ്മൾ കൊടുത്തു. അപ്പോൾ അവിടെ 9 9 - 1 8 ആണ് കിട്ടുന്നത്. ഇനി -1 + 4 + 5 കൊടുക്കുന്നു. അപ്പോൾ -1 + 4 എന്ന് പറഞ്ഞാൽ 3 3 + 5 എത്രയാണ്? 8. അപ്പോൾ ഇൻറ്റിജേഴ്സിൻ്റെ കേസിലും ഹോൾ നമ്പേഴ്സിൻ്റെ കേസിലും അഡിഷൻ ഈസ് അസോസിയേറ്റീവ് കിട്ടി നമുക്ക്. ഇനി അതുപോലെ സബ്ട്രാക്ഷൻ്റെ കേസിൽ നമ്മൾ കറക്റ്റായിട്ട് കിട്ടില്ല. അതായത് A +
നോട്ട് ഈക്വൽ ടു എ മൈനസ് ബി മൈനസ് സി ആയിരിക്കും. കാരണം നമ്മൾ 3 നമ്പേഴ്സ് എടുക്കുക, 3 നമ്പേഴ്സ് 2, 3, 4 എന്നുള്ള 3 നമ്പർ എടുത്തു. 2ൽ നിന്ന് 2 മൈനസ് 3 മൈനസ് 4 എത്രയാണ് വരുന്നത്? 2 മൈനസ്, ഇവിടെ നമുക്ക് -1 ആണ് വരുന്നത്. 2 മൈനസ് -1 എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 2 + 1 3 ആണ് കിട്ടുന്നത്. ഇത് നമ്മൾ ബ്രാക്കറ്റ് മാറ്റി കൊടുക്കുന്നു. ബ്രാക്കറ്റ് മാറ്റുമ്പോൾ ഇവിടെ 2 മൈനസ് 3 മൈനസ് 4 വരും. 2 മൈനസ് 3 എത്രയാണ്? -1. -1 മൈനസ് 4 എത്രയാണ്? -5. അപ്പോൾ നോട്ട് ഈക്വൽ ആണ് കിട്ടുന്നത്. അപ്പോൾ സബ്ട്രാക്ഷൻ നമുക്ക് നോട്ട് അസോസിയേറ്റീവ് ആണ്. അത് ഇൻറ്റിജേഴ്സിലും ഹോൾ നമ്പേഴ്സിലും സബ്ട്രാക്ഷൻ ഈസ് നോട്ട് അസോസിയേറ്റീവ്. ഇനി മൾട്ടിപ്ലിക്കേഷൻ്റെ കേസിൽ നമ്മൾ A × B × C ഈക്വൽ ടു A × B × C തന്നെയാണ് വരിക. കാരണം ഇപ്പോൾ ഇതേ നമ്പേഴ്സ് തന്നെ നമ്മൾ എടുക്കുന്നു. 2 × 3 × 4 നെഗറ്റീവ് ആണെങ്കിലും അതേപോലെ തന്നെ വരിക. അത് ഈക്വൽ ടു 2 × 3 × 4. ഒരു നമ്പർ ഇപ്പോൾ നെഗറ്റീവ് ആണെങ്കിൽ, ഇപ്പോൾ -2 ആണ് നമ്മൾ കൊടുത്തതെങ്കിൽ -2 × 3 -6, -6 × 4 എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ -24. അതേ തന്നെയാണ് ഇവിടെയും വരിക. 12 × 2 -2 എന്ന് പറഞ്ഞാൽ -24. എങ്ങനെ എടുത്തു കഴിഞ്ഞാലും ഹോൾ നമ്പേഴ്സ് ഇൻറ്റീജേഴ്സ് എല്ലാം അസോസിയേറ്റീവ് ആണ്. മൾട്ടിപ്ലിക്കേഷൻ ഈസ് അസോസിയേറ്റീവ്. ഇനി ഡിവിഷൻ നമുക്ക് അസോസിയേറ്റീവ് ആയിരിക്കില്ല. ബ്രാക്കറ്റ് മാത്രമേ ചേഞ്ച് ആവുന്നുള്ളൂ. ഇപ്പോൾ ഇതേ നമ്പർ നമ്മൾ എങ്ങനെ ചെയ്യുന്നു? 2 ÷ 3/4. അപ്പോൾ ഇത് തന്നെ ആയിരിക്കില്ല. 3/4 ഒരു നമ്പർ കിട്ടും. അത് 2 കൊണ്ട് ആ നമ്പറിനെ നമ്മൾ ഡിവൈഡ് ചെയ്യുമ്പോൾ കിട്ടുന്നതായിരിക്കില്ല 2/3 ÷ 4 വരുന്നത്. അപ്പോൾ ഡിവിഷനിലും നമുക്ക് ഡിവിഷൻ ഈസ് നോട്ട് അസോസിയേറ്റീവ് ആണ്. ഇനി റാഷണൽ നമ്പേഴ്സിൻ്റെ കേസ് നോക്കാം. റാഷണൽ നമ്പേഴ്സിൽ നമുക്ക് ആദ്യം അഡിഷൻ നോക്കാം. അഡിഷൻ എങ്ങനെയാണ് വരുന്നത്? റാഷണൽ നമ്പേഴ്സ്, 2 റാഷണൽ നമ്പർ എടുക്കുക. അതായത് A + B + C ഈക്വൽ ടു A + B + C ഇങ്ങനെ കിട്ടണം. അപ്പോൾ 2 റാഷണൽ നമ്പർ നമ്മൾ എടുക്കുന്നു. 3 റാഷണൽ നമ്പർ 2/3 4/, നമുക്ക് സെയിം ഡിനോമിനേറ്റർ സെയിം ആയിട്ടുള്ളത് ചെയ്യാം. ഇങ്ങനെ എടുത്തു. ഈ 3 നമ്പർ നമ്മൾ ആഡ് ചെയ്യുമ്പോൾ 2/3 + 4/3 + 5/3. 4/3 + 5/3 എത്രയാണ്? ഡിനോമിനേറ്റർ സെയിം അല്ലെങ്കിൽ നമ്മൾ LCM എടുത്തിട്ട് ചെയ്യണം. ഡിനോമിനേറ്റർ സെയിം ആയതുകൊണ്ട് ഇവിടെ 9/3 എന്ന് വരും. അതായത് 2/3 + 9/3. 9/3നെ ഷോർട്ട് ആക്കേണ്ട, കാരണം നമുക്ക് ഇത് 2 ആഡ് ചെയ്യേണ്ടത്. അപ്പോൾ ഇത് 2 ആഡ് ചെയ്യുമ്പോൾ ഡിനോമിനേറ്റർ സെയിം 11/3 ആണ് വരുന്നത്. ഇനി ഇതേ തന്നെയാണ് നമുക്ക് തിരിച്ചെഴുതുമ്പോഴും കിട്ടുക. അതായത് ഇവിടെ 2/3 + 4/3 നമ്മൾ ആദ്യം ആഡ് ചെയ്യുന്നു, +5/3. അപ്പോൾ 2/3 + 4/3 എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 6/3 + 5/3. അപ്പോൾ അതും എത്രയാണ് കിട്ടുന്നത്? 11/3. രണ്ടും നമുക്ക് ഈക്വൽ ആയിട്ടാണ് വരുന്നത്. അപ്പോൾ നമുക്ക് എന്ത് പറയാം? റാഷണൽ നമ്പർ ഈസ് അസോസിയേറ്റീവ് ആണ്. ഇനി സബ്ട്രാക്ഷൻ്റെ കേസ്, ഇതേ നമ്പേഴ്സിൽ നിന്ന് നമുക്ക് സബ്ട്രാക്ട് ചെയ്ത് നോക്കുമ്പോൾ ഡിഫറെൻ്റ് ആയിട്ടുള്ള ആൻസർ ആയിരിക്കും കിട്ടുക. ഇപ്പോൾ 2/3 ഇവിടെ നമ്മൾ മൈനസ് കൊടുക്കുന്നു. മൈനസ് കൊടുക്കുകയാണെങ്കിൽ ആദ്യം എന്ത് ചെയ്യും? നമ്മൾ ബ്രാക്കറ്റിനുള്ളിലുള്ളത് ചെയ്യും. 4/3 - 5/3. ഇവിടെ 2/3 - 1/3 ആണ് കിട്ടുന്നത്. 2/3 - 1/3 എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് 1/3 ആണ് കിട്ടുന്നത്. ഇനി നമ്മൾ ബ്രാക്കറ്റ് മാറ്റും. 2/3 - 4/3 - 5/3. അപ്പോൾ 2/3 - 4/3 എന്ന് പറഞ്ഞാൽ -2/3. -2/3 - 5/3 എന്ന് പറയുമ്പോൾ നമുക്ക് എന്താണ് കിട്ടുന്നത്? -7/3. അപ്പോൾ സബ്ട്രാക്ഷൻ ഈസ് നോട്ട് അസോസിയേറ്റീവ്. റാഷണൽ നമ്പേഴ്സിൻ്റെ കേസിൽ സബ്ട്രാക്ഷൻ നോട്ട് അസോസിയേറ്റീവ് ആണ്. 3 ഹോൾ നമ്പേഴ്സിൽ, ഇൻറ്റിജേഴ്സിൽ, റാഷണൽ നമ്പേഴ്സിൽ ഒരേപോലെയാണ് നമുക്ക് അസോസിയേറ്റീവ് പ്രോപ്പർട്ടി വരുന്നത്. ഇനി നമുക്ക് മൾട്ടിപ്ലിക്കേഷൻ നോക്കാം. 2/3 4/3 5/3 ആണ് നമ്മൾ നമ്പേഴ്സ് എടുത്തിട്ടുള്ളത്. മൾട്ടിപ്ലിക്കേഷനിൽ 2/3 × 4/3 × 5/3. അപ്പോൾ 2/3 × 20/3 ആണ് വരുന്നത്. ഇത് രണ്ടും നമ്മൾ ആദ്യം മൾട്ടിപ്ലൈ ചെയ്തു. 20/3 അല്ല, 20 ഡിനോമിനേറ്റർ മൾട്ടിപ്ലൈ ചെയ്യണം. മൾട്ടിപ്ലിക്കേഷൻ്റെ കേസിൽ 20/9. അടുത്തത് നമുക്ക് ഇത് മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ 40/27 ആണ് കിട്ടുന്നത്. ഇതേ തന്നെയാണ് നമുക്ക് ബ്രാക്കറ്റ് മാറ്റിക്കഴിഞ്ഞാലും കിട്ടുന്നത്. × 5/3 വരും. അപ്പോൾ ഇവിടെ 8/9. 8/9 × 5/3. 8/9 × 5/3 എന്ന് പറഞ്ഞു കഴിഞ്ഞാലും 40/27 തന്നെയാണ് കിട്ടുന്നത്. അപ്പോൾ മൾട്ടിപ്ലിക്കേഷനും അസോസിയേറ്റീവ് ആണ്. ഇനി ഡിവിഷൻ്റെ കേസ് നോക്കുകയാണെങ്കിൽ ഡിവിഷൻ നോട്ട് അസോസിയേറ്റീവ് ആയിരിക്കും. കാരണം
2/3 ഡിവൈഡ് ബൈ ഇവിടെ 4/3 5/3 ആണ് വരിക. അപ്പോൾ ഇതിനെ നമ്മൾ എന്ത് ചെയ്യും? 2/3 ഡിവൈഡ് ബൈ 4/3 ഇൻറ്റു 3/5 എന്ന് വരും. 3 ക്യാൻസൽ ആയിട്ട് 4/5 എന്ന് വരും. 2/3 ഡിവൈഡ് ബൈ 4/5 ആണുള്ളത്. അപ്പോൾ അത് നമുക്ക് 2/3 ഇൻറ്റു 5/4 വരും. അപ്പോൾ 5/6 ആണ് വരുന്നത്. ഇനി ഇങ്ങനെ ചെയ്തപ്പോൾ നമുക്ക് 5/6 ആണ് കിട്ടിയത്. ഇവിടെ 5/6 ആണ് കിട്ടിയത്. അതായിരിക്കില്ല നമ്മൾ മാറ്റി ചെയ്യുമ്പോഴുണ്ടാവുക. അതായത് ഈ ബ്രാക്കറ്റ് നമ്മൾ മാറ്റി 2/3 ഡിവൈഡ് ബൈ 4/3 ഇങ്ങനെ കൊടുക്കും. അപ്പോൾ എന്ത് ചെയ്യും? ഇവിടെ 2/3 ഇൻറ്റു 3/4 വന്നു. അപ്പോൾ അവിടെ ക്യാൻസലായിട്ട് 1/2 കിട്ടും. ഇനി 1/2 ഡിവൈഡ് ബൈ 5/3 ആണ്. 1/2 ഡിവൈഡ് ബൈ 5/3 എന്ന് പറയുമ്പോൾ എങ്ങനെയാണ് വരിക? 1/2 ഇൻറ്റു 3/5. അപ്പോൾ 3/10 ആണ് വരുന്നത്. ഇവിടെ നമുക്ക് 3/10ഉം ഇവിടെ 5/6 ആണ് വന്നത്. അപ്പോൾ ഡിവിഷൻ ഈസ് നോട്ട് അസോസിയേറ്റീവ്. അപ്പോൾ റാഷണൽ നമ്പേഴ്സിൻ്റെ കേസിൽ എഡിഷൻ ഈസ് അസോസിയേറ്റീവ്, സബ്ട്രാക്ഷൻ ഈസ് നോട്ട് അസോസിയേറ്റീവ്, മൾട്ടിപ്ലിക്കേഷൻ ഈസ് അസോസിയേറ്റീവ്, ഡിവിഷൻ ഈസ് നോട്ട് അസോസിയേറ്റീവ്. ഇത്രയും പ്രോപ്പർട്ടിയാണ് ഇതിൽ പറഞ്ഞിട്ടുള്ളത്. ഇനി നമുക്ക് ബാക്കിയുള്ള ഭാഗം അടുത്ത ക്ലാസ്സിലെടുക്കാം. അപ്പോൾ ഇന്നത്തെ ക്ലാസ് ഇത്രയേ ഉള്ളൂ. നിങ്ങൾക്ക് എൻ്റെ ക്ലാസ് ഇഷ്ടമായ ലൈക്ക് ചെയ്യുക. അതുപോലെ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാത്തവരാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക.